എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ നേരമില്ലാത്ത നേരത്തു വന്നെന്നെ നാണിപ്പിക്കാൻ വന്നതാണോ നേരാണോ മാമാ മാമാ ആരെ ഞാൻ മാമ പ്രാട്ടി. ആ എനിക്ക് മനസ്സിലാടാ. നീ എന്തായാലും ഒളിച്ചിരിക്കുന്ന ഞാൻ തന്നെ ഒളിച്ചിരിക്കണത്. ഒളിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ എന്തെന്നു മാമൻ ചോദിച്ചത്. ഇല്ല മാമ, ഞാൻ വെറുതെ കാറ്റുള്ള ഇവിടെ ഇരുന്നത്. കാറ്റുള്ളായിരുന്നാ? ഓ എടേ ഇതിരോമ നിനക്കൊരു ശശാങ്കനെ അറിയാമോടാ? ശശാങ്കന? അതായത് ശശാങ്കൻ പെരുന്നില്ലാറ വീട്ടിലെ ശശാങ്കൻ. പെരുന്നല്ലാറ വീട്ടിലെ ശശാങ്കന്? ആ, എനിക്കൊരു ശശാങ്കനെ അറിഞ്ഞൂടാ, കുശാങ്കനെ അറിഞ്ഞൂടാ. പക്ഷെ ശശാങ്കന് നിന്നെ നന്നായിട്ട് അറിയാം മാമ. ശശാങ്കന് മാത്രമല്ല മാമ, എല്ലാവർക്കും എന്നെ അറിയാം. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ മാമ. ആ, നീ പൊതുവായിട്ട് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ശശാങ്ക ഇന്ന് രാവിലെ നിന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്നത്. എന്തെങ്കിലും കാര്യസഹായത്തിന് വേണ്ടി ആയിരിക്കും മാമ. ആ, മിക്കവാറും കാര്യം സാധിച്ചു തരുമോ അവൻ? അതിന് എനിക്ക് കാര്യം സാധിച്ചു തരണത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടേടാ. പറയും. നിന്റെ പഴയ വണ്ടി എന്തിനാ ഇത്? അത് ഞാൻ വിറ്റ്. വിട്ടാ? ഓ, എത്ര രൂപയ്ക്ക് വിറ്റേ? നിസ്സാര പൈസക്ക്. നിസ്സാര പൈസ എന്ന് പറഞ്ഞാ മാമ 20,000 രൂപയ്ക്ക് മാമ വിറ്റത്. നിസ്സാര പൈസക്കല്ലേ വിറ്റത്. ഓ, 20,000 രൂപ നിസ്സാരം അല്ലേ? പിന്നല്ലാതെ. ഈ വണ്ടിക്കല്ലേടാ ഒരു ആക്രിക്കാരൻ വന്ന 4,000 രൂപ പറഞ്ഞത്. 5,000 രൂപ കിട്ടാത്തോണ്ടല്ലേ നീ അന്ന് കൊടുക്കാത്തത്? അതെന്ന്? എന്നാ? അതന്ന്. ആ, ഇത് ഇന്ന്. ഓ, ഇന്നായതുകൊണ്ട് 20,000 രൂപ വാങ്ങിച്ചോണ്ട് ഒരാളെണ്ണം പറ്റിച്ച്. മാമ, ഞാൻ ആരെയും പറ്റിച്ചെന്നല്ല, ഞാൻ കൊണ്ടു കൊടുത്തതല്ല. പിന്നെ അപ്പം വന്ന് നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയതാ? മാമ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ ഈ വണ്ടി തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു മാമ. ഓ, അത് ശരി. ഓ, അവന് മനസ്സിൽ ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക്. ആ വണ്ടി വാങ്ങിച്ചവന്റെ പേര് ശശാങ്കനെന്ന് തന്നെ. എന്തൊരു പേരെന്ന് ഞാൻ നോക്കിയില്ല മാമ. മാമന്റെ മുഖത്ത് നോക്കി സത്യം പറയടാ, അവന്റെ പേരല്ലടാ ശശാങ്കൻ. അങ്ങനെ എന്തോ ആണ് തന്നെ. അവൻ എന്തുകൊണ്ട് ആ വണ്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടത്? മാമ, അതിന് കമ്പനി പറയണതിനെക്കാട്ടും നല്ല മൈലേജ് അല്ലേ മാമ? മൈലേജ്. കമ്പനി എത്ര മൈലേജ് പറയുന്നത്? കമ്പനി പറയണത് 60. ആ, ഇപ്പൊ നിനക്ക് എത്ര കിട്ടണ്? 120 കിട്ടണത്. അതുകൊണ്ടല്ല അവൻ സന്തോഷമായിട്ട് വാങ്ങിച്ചോട്ട് പോയത്. ഓ, 120 കിട്ടുമോ? ഓ, 1 ലിറ്ററിനാ? 1 ലിറ്ററിന് ആരെങ്കിലും പറഞ്ഞാ? പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് 1 ലിറ്ററിന് 120 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? മാമ 500 രൂപയ്ക്ക് അടിച്ചാ എനിക്ക് 120 കിട്ടാറുണ്ട്. ഞാൻ 120ന്റെ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ എന്തിന് പൈസയുടെ കണക്ക് പറയാൻ പോണത്? അപ്പൊ അവൻ കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ അവന് കൂടുതൽ പോകണമെങ്കിൽ 1000 രൂപയ്ക്ക് അടിക്കണം. 1000 രൂപയ്ക്ക് അടിക്കണം അല്ലേ? ഓ, എനിക്ക് അവന് 220 കിലോമീറ്റർ കിട്ടും. അത് ശരി. ഓ, അപ്പൊ നീ മനഃപൂർവ്വം പറഞ്ഞു പറ്റിച്ചല്ല? ഞാൻ എന്തെങ്കിലും മാമ ആൾക്കാരെ ഞാൻ പറ്റിക്കണം. ഞാൻ ആരും ഇതുവരെയായിട്ട് പറ്റിച്ചത് നിങ്ങൾക്ക് വല്ല അറിയാമോ? അയ്യോ, സത്യസന്ധനായ നിന്നെയാണല്ലേ അവന്മാര് തെറ്റിദ്ധരിച്ചേക്കണേ. മാമ, നാട്ടിൽ ആരെങ്കിലും എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടാവും? ആരും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധനല്ലേ? പിന്നല്ലാതെ. ഈ സത്യസന്ധത ജീവിതകാലം മൊത്തം നടത്തിക്കൊള്ളണം. തോമ കാര്യം അങ്ങനെയാണ്. എന്നുവെച്ചാ ശശാങ്ക 2,000 രൂപയ്ക്ക് ഇന്ന് രാവിലെ പമ്പിൽ പോയി പെട്രോൾ അടിച്ചെന്നാണ് പറഞ്ഞത്. അതെവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാൻ വേണ്ടി ആയിരിക്കും മാമ. എവിടെയെങ്കിലും പോവാനല്ലടാ, പിന്നെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്നെ തന്നെ കണ്ടുപിടിക്കണത്? നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ പോക്കില് മൈലേജ് കുറവാണ്. എന്ന് വെച്ചാ 5-6 തന്നിട്ട് നിന്റെ മൈലേജ് കൂട്ടാൻ വേണ്ടിയാണ് അവൻ ഇരിക്കുന്നത്. എന്തൊരു മാമ! വാ